യേശു കർത്താവിൻ്റെ കൂട്ടായ്മ അനുഭവം അതിശക്തമായ ഒരു ദൈവപ്രവൃത്തിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ അനുഭവിക്കുകയും അവൻ്റെ കൃപയിലേക്ക് വളരുകയും ചെയ്യുക എന്നതാണ്. മനുഷ്യർ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സിൽ തോന്നിയിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് നമ്മളെ ബലപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഇന്നും ജീവിക്കുന്ന കർത്താവ് മനുഷ്യന്റെ വേദനകളുടെ നടുവിൽ കടന്നു വന്നവനെ സഹായിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. യേശു പറയുകയാണ്, എൻ്റെ അടുക്കലേക്ക് ഞാൻ നിങ്ങളെ ആകർഷിക്കുന്ന ദൈവമാണ് എന്ന്. ലോകത്തിൽ വെച്ച് അങ്ങനെ പറഞ്ഞ ലോകത്തിൽ വേറെ ആരുമില്ല. യേശു മാത്രമാണ് പറഞ്ഞത്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എങ്കിലേക്ക് എല്ലാവരെയും ആകർഷിക്കുമെന്ന്. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 9-ാം തിരുവെഴുത്തിൽ മനുഷ്യർ പിറുപിറുത്ത് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യരെല്ലാം ചത്തു വീഴുകയാണ്. ഇത് കണ്ട് മോശ ദൈവസന്നിധിയിൽ പറഞ്ഞു, ഇവരെല്ലാം മരിക്കുകയാണ്. മോശയോട് ദൈവം പറഞ്ഞു, പിച്ചള കൊണ്ട് അടിച്ച് പരത്തി ഒരു സർപ്പത്തെ ഉയർത്തി കാണിക്കുക. അതിലേക്ക് നോക്കുന്നവരെല്ലാം പാമ്പിന്റെ ദംശനമേറ്റ് മരിക്കുവാൻ, മരണത്തിൽ നിന്ന് അവർ മോചനം പ്രാപിക്കുമെന്ന് പറയുകയും നോക്കിയവരെല്ലാം മോചനം പ്രാപിക്കാൻ ഇടവന്നു. എന്നാൽ മനുഷ്യപുത്രനെ അതുപോലെ തന്നെ മോശ മരുഭൂമി ഉയർത്തിയതുപോലെ ഉയർത്തുമെന്ന് പറഞ്ഞപ്പോൾ അവങ്കിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഈ ലോകത്തിൽ പിറുപിറുപ്പും പാപവും ബന്ധനവും ഈ ലോകത്തിന്റെ തിന്മയുടെ വലയത്തിൽ കഴിയുന്ന മനുഷ്യർ ഈ ലോകത്തിൽ മരിച്ചു പോകുമ്പോൾ ക്രിസ്തുവിലേക്ക് ഒന്ന് നോക്കാവോ? നീ ഇന്ന് പ്രകാശിതനായി അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജീവിതവും നിന്റെ അവസ്ഥകൾക്കും മാറ്റം വരുന്നതായി കാണാൻ കഴിയും. യേശുവിലേക്ക് നോക്കിയവരെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റം വന്ന അനുഭവത്തിലേക്ക് വന്നവരാണ്. മാറ്റം വന്നിട്ട് ഞാൻ യേശുവിലേക്ക് നോക്കാമെന്നല്ല, നീ യേശുവിലേക്ക് ഒന്ന് നോക്കാമോ? നിന്റെ ജീവിതം മാറും. അവനെ ഹൃദയത്തിൽ ഒന്ന് ഉയർത്താമോ? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ, യേശു കർത്താവാണെന്ന്, അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്ന് ഹൃദയത്തിൽ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ കൊണ്ട് നെറ്റി പറയാമോ? അപ്പോൾ യേശു കർത്താവ് നമ്മുടെ അകത്ത് ഇന്നും ജീവിക്കുന്ന ദൈവമായി വെളിപ്പെടുവാൻ തുടങ്ങും. അവന്റെ ശബ്ദം കേൾക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നവരായി മാറുന്നേ. ഇന്ന് നിനക്ക് അവന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമോ? എവിടെ കേൾക്കണം? നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അവന്റെ ശബ്ദം കേൾക്കണം. യേശു പറയാൻ, ഞാൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, ഞാൻ ഇന്നും അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. നീ ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നു, ലോകത്തെ നീ ഉയർത്തുന്നു, ലോകത്തിലുള്ളതിനെ നീ ശ്രദ്ധിക്കുന്നു. യേശു പറയാ, ഇങ്ങോട്ട് എന്നിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാമോ, നോക്കാമോ? എന്നെ നോക്കിയാൽ ഒരു ഗുണമുണ്ട്, നീ പ്രകാശിതനാകും. കാരണം എന്റെ തേജസ്സും എന്റെ അഭിഷേകവും നിന്റെ മേലേക്ക് കടന്നു വരുവാനും നിന്നെ നടത്തുവാനും ഞാൻ ചെയ്യും. ഞാൻ ദൈവമാണ്. ലോകത്തിൽ മറ്റാരും പറയാത്തതുപോലെയാണ് യേശു പറഞ്ഞത്. കാരണം ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും പാപങ്ങൾ വഹിക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ നമുക്ക് വേണ്ടി ഗാഗുൽത്താമലയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ 2 തടിക്കഷ്ണത്താൽ 3 ആണിമേൽ പിടഞ്ഞ് തന്റെ ശരീരം ഈ ലോകത്തിൽ മനുഷ്യരുടെ പാപത്തിനു വേണ്ടി, പരിഹാരത്തിനു വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. യേശുവിന്റെ ക്രൂശിൽ മരണത്തിലൂടെ കിട്ടിയ രക്ഷ, അത് നമുക്ക് അനുഭവിക്കാനുള്ളതാണ് രക്ഷ. ഈ രക്ഷാനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ലോകത്തിലുള്ളതെല്ലാം നഷ്ടങ്ങളും നമുക്ക് സ്വർഗത്തിൽ ലാഭമായിട്ടാണ് വരുന്നത്. പൗലോസ് ഒരിക്കൽ പറയുകയാണ്, എനിക്ക് ലാഭമായിരിക്കുന്നതെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ അല്ലെങ്കിൽ ചവറ് പോലെ ഞാൻ അത് തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി ഏറ്റെടുത്ത് അവനെ ഒന്ന് ഉയർത്താൻ കഴിയുമോ? യേശു കർത്താവാണ് ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്.
ആവർത്തിച്ചു പറയുമ്പോൾ യേശു കർത്താവാണ് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം അവൻ നമ്മുടെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നതാണ്. എത്ര നിരാശയിലും വേദനയിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നുവെങ്കിൽ യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ. എന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നിങ്ങളുടെ ഭാരം വഹിക്കുന്ന ദൈവമാണ്. ഞാൻ വഹിക്കുന്ന ദൈവമായതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് എന്നെ നോക്കാൻ പറഞ്ഞത്. യേശുവിനെ നോക്കിയവരെല്ലാം അനുഗ്രഹിതരായി. കാരണം ഭാരം വഹിച്ചും രോഗം ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ പരിപാലിക്കാൻ കഴിയുന്ന യേശുവിനെയാണ് അവൻ നമ്മുടെ മുമ്പിൽ അവൻ ഉയർത്തിക്കാട്ടിയത്. അവന്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി, അവന്റെ കൃപയെ അനുഭവിക്കാൻ വേണ്ടി, അവന്റെ ശക്തിയെ അനുഭവിക്കാൻ വേണ്ടി, അവന്റെ അഭിഷേകത്തെ പ്രാപിക്കാൻ വേണ്ടി അപ്പസ്തോലന്മാരെ യേശു വിളിച്ച് അവന്റെ കൂടെ നടന്നു പോകുമ്പോൾ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ യേശുവിൽ നിന്ന് പ്രാപിച്ച അഭിഷേകത്തിൽ അവർക്കൊരു കുറവും വരാത്തവണ്ണം ദൈവം അവരെ പരിപാലിച്ചെങ്കിൽ ഇന്നും യേശുവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവും വരികയില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു പോരായ്മയും വരികയില്ല. നിന്റെ പ്രശ്നം ഏത് തന്നെയാകട്ടെ, എത്ര വേദനജനകമാകട്ടെ, എത്ര പ്രയാസജനകമാകട്ടെ, എത്ര കുറ്റപ്പെടുത്തുന്ന വിധമാകട്ടെ, നീ അതൊന്നും നോക്കണ്ട. നീ യേശുവിലേക്കൊന്ന് നോക്കാൻ കഴിയുമോ? അപ്പോൾ മുതൽ, ആ സമയം മുതൽ നിന്റെ പ്രശ്നത്തിന് ഇന്ന് പരിഹാരമായിരിക്കും. നിന്റെ കുടുംബം ഇന്ന് അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജീവിതം ഇന്ന് മാറും. കാരണം ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ലോകത്തിൽ വേറെ ആർക്കുമില്ല. യേശുവിന് മാത്രമേ നമ്മുടെ ജീവിതം മാറ്റാൻ കഴിയുള്ളൂ. യേശു മാത്രമേ നമ്മുടെ ജീവിതം മാറ്റിയിട്ടുള്ളൂ. കാരണം 38 വർഷക്കാലം തളർവാദം പിടിപെട്ട് രോഗിയായി കടന്ന മനുഷ്യന്റെ അടുക്കിലേക്ക് യേശു കടന്നു ചെന്നിട്ട് അവൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്നെ ആരും സഹായിക്കുന്നില്ല, എനിക്ക് സൗഖ്യപ്പെടാനുള്ള സാധ്യതകൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. യേശു പറഞ്ഞു, ഞാൻ എന്തു നിനക്ക് ചെയ്തു തരണം? സൗഖ്യം ആവശ്യമുള്ളവന്റെ അടുക്കൽ ചെന്ന് സൗഖ്യം കൊടുക്കുന്ന ഒരു കർത്താവുണ്ടല്ലോ നമ്മുടെ ദൈവം. 38 വർഷക്കാലം തളർന്നു കിടന്നവനോട് പറഞ്ഞു, നീ നിന്റെ കിടക്കയും എടുക്ക്, എഴുന്നേൽക്ക്, നീ വീട്ടിൽ പോ. യേശു ഇന്ന് നമ്മളോട് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നിന്റെ അവസ്ഥകളും വ്യവസ്ഥകളും വിട്ട് നീ എന്നിലേക്കൊന്ന് വരാമോ? എന്നെ ഒന്ന് നോക്കാമോ? എന്നിലേക്കൊന്ന് അടുക്കാമോ? എന്റെ സ്നേഹം നീ ഒന്ന് അറിഞ്ഞ് അനുഭവിക്കാൻ കഴിയുമോ? ഇങ്ങനെ അനുഭവിച്ച മനുഷ്യരെ നമുക്ക് കാണാം. അന്ധനായ ഒരു മനുഷ്യൻ, അവൻ യേശുവിനെ കാണാൻ കഴിയില്ല. യേശുവിനെ കുറിച്ച് മാത്രം ഒന്ന് കേട്ടതേയുള്ളൂ. യേശു വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ യേശു വരുന്ന വഴിയിൽ അവൻ ഇങ്ങനെ കാത്തു നിൽക്കുക. യേശു വരുന്നുണ്ടെന്ന് കേട്ടറിഞ്ഞവൻ വിളിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഈ ശബ്ദം യേശുവിന്റെ കാതുകളിലെത്തി. മറ്റുള്ളവർ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കെ. ശാസിക്കുമ്പോൾ യേശു അവനോട് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, അവനെ വിളിക്ക്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? എത്ര നിരാശയിലും വേദനയിലും മാറാ രോഗത്തിന്റെ ബന്ധനത്തിലും തീരാ ദുഃഖത്തിന്റെ പ്രയാസത്തിലും എല്ലാവരും തള്ളപ്പെടുന്നതിന്റെ നടുവിലുമാണോ നീ ആയിരിക്കുന്നതെങ്കിൽ യേശു ഒരൊറ്റ ഒരു കാര്യം പറയുകയാണ്, ഞാൻ എന്തു നിനക്ക് ചെയ്തു തരണം? നിന്റെ പ്രശ്നം എന്തുമാകട്ടെ, എത്ര വേദനജനകമാകട്ടെ, എത്ര നിരാശജനകമാകട്ടെ, തള്ളിക്കളയുന്ന വിധത്തിലാകട്ടെ, ഞാൻ എന്തു നിനക്ക് ചെയ്തു തരണം? ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നുള്ള ശബ്ദം, ആ വിളി യേശുവിന്റെ കാതിലെത്തിയിരിക്കുന്നു. നീ ഒന്ന് വിളിക്കാമോ? നിന്റെ ശബ്ദം കർത്താവിന്റെ കാതിലെത്തിയാൽ നിനക്ക് മറുപടി ഉറപ്പാ. അവന്റെ അന്ധത മാറ്റിക്കൊടുത്തെങ്കിൽ നിന്റെ പ്രശ്നം മാറ്റിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു നമ്മുടെ കൂടെ, ഇന്നും അത്ഭുതം ചെയ്യുന്നു നമ്മുടെ കൂടെ. അവൻ ഇന്നും മതിയായ ദൈവമാണ്. അവനെ ഹൃദയത്തിൽ ഒന്ന് ഉയർത്താൻ പറ്റുമോ? ഹൃദയം കൊണ്ടൊന്ന് ഉയർത്താൻ പറ്റുമോ? യേശുവേ, ദൈവമേ, നീ എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ എത്ര സ്തുതിച്ചാലും പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും പാടിയാലും മതിയാകിയല്ല. അത്ര വലിയ ദൈവപ്രവൃത്തിയാ നീ എന്റെ ജീവിതത്തിൽ തന്നത്. ഒന്നുമില്ലായ്മയുടെ നടുവിൽ എല്ലാം ഉള്ളവനെ പോലെ നിർത്താൻ കഴിയുന്ന
ഒരേ ഒരുവൻ യേശു മാത്രമേ ഉള്ളെന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. യേശു ഇന്ന് നമ്മുടെ മധ്യ ജീവിക്കുന്നുണ്ടെന്നേ ഒന്ന് നിങ്ങൾക്ക് ഏറ്റു പറയാൻ കഴിയുമോ? യേശു എന്റെ കൂടെ ജീവിക്കുന്നു എന്ന്. എനിക്ക് വേണ്ടി അവൻ വാതിൽ തുറന്നു തരുന്ന ദൈവമാണ്. അപ്പോസ്തലന്മാരെ തടവിൽ പിടിച്ചിട്ടപ്പോൾ, പത്രോസിനെ തടവിലാക്കിയപ്പോൾ, യാക്കോബിനെ ശിരച്ഛേദനം ചെയ്ത ശേഷമാണ് പത്രോസിനെ തടവിലാക്കിയത്. നാളെ പത്രോസിനെ കൊല്ലാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ പത്രോസ് സ്വസ്ഥമായി തടവറയിൽ ഉറങ്ങുകയാണ് ചെയ്തത്. കാരണം ഭയമില്ല. എന്റെ കർത്താവും രക്ഷിതാവുമായവന്റെ കൂടെ മരിക്കുവാൻ അവൻ തയ്യാറായി കിടന്നത്. എന്നാൽ അവന്റെ ശുശ്രൂഷയുടെ പൂർത്തീകരണം പൂർത്തിയാകാത്തതുകൊണ്ട് കർത്താവ് അവന് വേണ്ടി തടവറയുടെ അകത്ത് ദൂതനെ അയച്ചുകൊണ്ട് അവന്റെ ശരീരത്തിൽ ബന്ധിക്കപ്പെട്ട ചെങ്ങലകളും കെട്ടുകളും അഴിച്ചുകൊണ്ട് അവന് കാലിൽ ചെരുപ്പിട്ട് തടവറയുടെ വാതിൽ തുറന്നു കൊടുത്ത് 1-ാം വാതിലും 2-ാം വാതിലും ആ പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ വരെയും തുറന്നു കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് തിരിച്ചറിയണം. നിന്റെ വിളി എന്താണോ, നിന്റെ തെരഞ്ഞെടുപ്പ് എന്താണോ, നിന്റെ ക്രിസ്തുവിനോടുള്ള ജീവിതം എന്തായിരിക്കുന്നുവോ, നീ നിന്റെ ജീവിതത്തിൽ ആരെല്ലാം ലോകത്തിൽ നിന്നെ എന്തെല്ലാം തരത്തിൽ ബന്ധിച്ചിട്ടാലും ഒന്നോർക്കണം, സമയമാകാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഉറപ്പ് കർത്താവ് തന്നിട്ടുണ്ട്. വലിയ തടവറയുടെ ബന്ധനത്തിൽ നിന്നായാലും ഈ ലോകത്തിൻ്റെതായ കെട്ടിൽ നിന്നായാലും നമ്മളെ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ഇന്നെന്നെ വിടുവിച്ചവനാണവൻ. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ദൈവമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഇതുപോലെ വിടുവിക്കാൻ കഴിയുന്ന ഒരേ ഒരുവന്റെ പേരാണ് യേശു കർത്താവ്. ഒന്ന് വിളിച്ചാൽ മതി, വിളിക്കുത്തരം തരുന്ന ദൈവം. അതുകൊണ്ടാണ് യിരെമ്യാവിന്റെ പുസ്തകം 33:3 പറയുന്നത്, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. കണ്ടോ, അവനെ ഒന്ന് വിളിച്ച് യേശുവേ, രക്ഷിതാവേ, കർത്താവേ എന്നൊന്ന് ഹൃദയം തുറന്നൊന്ന് വിളിക്കാമോ? അവനെ ഒന്ന് ഉയർത്താമോ? നിന്റെ ആ വിളിക്കുത്തരം തന്നവൻ നിന്റെ അടുക്കൽ വരും. അവൻ പറയുന്ന ഒരു കാര്യം, നീ എന്നെ വിളിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരം തരും. എങ്ങനെ തരും? നിന്റെ ബുദ്ധിക്ക് അതീതമായതും മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരും. വെളിപ്പെടുത്തി തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. വെളിപ്പെടുത്തി തരും, നമ്മോട് സംസാരിക്കും കർത്താവ്. അവൻ നമ്മളെ ജീവിക്കുന്നു കർത്താവ്. അവൻ അത്ഭുതകരമായി നമ്മളെ കൊണ്ടുപോകും. അവന്റെ കൂടെ നിനക്ക് ജീവിക്കാൻ കഴിയുമോ? യേശുവിനെ കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കാൻ കഴിയുമോ? യേശുവിനെ കർത്താവാണെന്ന് ജീവിക്കാൻ കഴിയുമോ? ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഇങ്ങനെ വെളിപ്പെടുന്ന ഒരു വെളിപ്പെടുത്തലിന് വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ മഹത്വമായി ഇവിടെ ഇറങ്ങേണ്ടത്. ഹൃദയം തുറക്കാമോ? അതിനെ തുറക്കാമോ? കർത്താവിനോട് കൂടെ ഒന്ന് നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കർത്താവ് ക്രിയ ചെയ്തിട്ടുണ്ട്. കർത്താവ് പറയാണ്, എന്നെ നിങ്ങൾ ഒന്ന് ഉയർത്തിയാൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നിരിക്കും, എന്നിലേക്ക് നിങ്ങളെ ആകർഷിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹൃദയം ഒന്ന് തുറന്ന് പ്രാർത്ഥിക്കാം. യേശു ഇന്ന് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിരിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുമ്പോൾ അവന്റെ ശബ്ദം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. കാരണം യേശുവിന്റെ നാമം നിങ്ങളുടെ ഹൃദയത്തിലുള്ള കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും. ഭാരങ്ങളെല്ലാം നീങ്ങിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ടാകും. ദുഃഖങ്ങളെല്ലാം മാറിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ടാകും. നിങ്ങൾ ചിലർ മക്കളെ കുറിച്ച് ഭാരപ്പെടുന്നില്ലേ? മക്കൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നില്ലേ? നിങ്ങൾ ക്രിസ്തുവിലേക്ക് നോക്കണം. അവനെ നോക്കിയവരാരും ഇതുവരെയും ലജ്ജിച്ച് തല താഴ്ത്തിയിട്ടില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവരാരും പോലും അവരുടെ കുടുംബം തള്ളപ്പെട്ടു പോയിട്ടില്ല. പ്രിയമുള്ളവർ, മക്കൾ, കുടുംബത്തിലുള്ളവർ ഇതാ വിശ്വാസത്തിലേക്കോ പ്രാർത്ഥനയിലേക്കോ യേശുവിലേക്കോ വന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടരുത്. നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്ന വിധത്തിലേക്ക് ദൈവം നമ്മെ മാറ്റിയിരിക്കുന്നു. അവന്റെ അതിശക്തമായ പ്രവൃത്തി ഇന്ന് വെളിപ്പെട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരും. അവൻ ജീവിക്കുന്നുണ്ട്. ആവർത്തിച്ച് പറയണം, അവൻ ജീവിക്കുന്നുണ്ട്. എന്റെ കുടുംബത്തിൽ അവന്റെ പ്രവൃത്തി കൊണ്ട് നിറയുകയാണ്. ആ സാന്നിധ്യം ഞാനിപ്പോ അനുഭവിക്കുകയാണ്.
യേശു മഹാപരിശുദ്ധനാണെന്നുള്ള അനുഭവം എനിക്ക് അനുഭവിക്കാൻ തക്കവണ്ണമാണ് കർത്താവിന്റെ വലിയ അത്ഭുത പ്രവൃത്തി എന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഒന്നുമില്ലാതെ ഞാൻ വേദനിക്കുമ്പോൾ എല്ലാം ഉള്ളവനെ പോലെ എന്നെ മാറ്റുന്നവന്റെ അനുഭവം എന്നെ നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ യേശു കൊണ്ടുപോകുകയാണ്. അവന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വം വെളിപ്പെടട്ടെ, നിന്റെ മഹത്വം വെളിപ്പെടട്ടെ. നീ സർവശക്തനായ കർത്താവ് മാത്രമാണ്. അവൻ അത്ഭുതം ചെയ്യുന്ന അത്ഭുത മന്ത്രിയാണ്. അവന്റെ ശക്തിയേറിയ പ്രവൃത്തി കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വിടുവിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഇന്നും ജീവിക്കുന്നു എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ഏറ്റു പറയുന്നു. കർത്താവേ, നിന്റെ അത്ഭുത പ്രവൃത്തി ഞങ്ങൾക്ക് കാണാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണം, ഞങ്ങളുടെ കാതുകൾ തുറക്കണം, ഞങ്ങളുടെ ഹൃദയം തുറക്കണം, ഞങ്ങളുടെ അധരം തുറക്കണം. എപ്പോഴും അങ്ങയുടെ കൂടെ ആയിരിക്കാൻ എന്റെ കർത്താവ് ഇടയാക്കണം.